ഹായ്, നമസ്കാരം. ചാനലിലേക്ക് നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ? എന്തൊക്കെയുണ്ട് വിശേഷം? മഴയൊക്കെ ഉണ്ടോ? ഇവിടെ കുറച്ച് ദിവസം കൊണ്ട് മഴയായിരുന്നു. ഇപ്പോൾ 2 ദിവസം കൊണ്ട് ശകലം തെളിവുണ്ട്. ഇവിടെ ഒച്ചറ 28-ാണ് വെള്ളിയാഴ്ച. അതിൻ്റെ ആഘോഷങ്ങളാണ്. നാനാകരകളിലും കാളക്കെട്ടും പരിപാടികളും കഞ്ഞിവെപ്പും കുഴിക്കൊടുപ്പും എല്ലാം ആണ്. ഭയങ്കര വിശേഷമാണ്. വെള്ളിയാഴ്ചയാണ് 28. എല്ലാവരും ഒച്ചറ 28 കാണാൻ വരണം. എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു. ഇപ്പം നമുക്ക് ഇച്ചിരി കിണ്ണത്തപ്പം ഉണ്ടാക്കാം, എന്ന് വെച്ചാൽ വട്ടയപ്പം. അതിന് വേണ്ടി 4 അരി കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ട്. അരമുറി തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇതിനൊരു 3/4 പാത്രം പഞ്ചാര. പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് ശകലം ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ജീരകപ്പൊടിക്ക് പകരം ഏലക്കാപ്പൊടി ആയാലും കുഴപ്പമില്ല. പിന്നെ ശകലം ഈസ്റ്റ് ഇതിൻ്റെ കൂടെ ഇട്ട് അരച്ചെടുത്താൽ മതി. അപ്പം ഇത് മൊത്തത്തിൽ ഞാനൊന്ന് അരച്ചെടുത്തോണ്ട് വരട്ടെ. അരി അരയ്ക്കുന്നതിൻ്റെ കൂടെ ഇത്രയും ചോറും കൂടെ അരയ്ക്കണം, എന്നെങ്കിലേ മയം കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് കൂടെ ഒന്ന് അങ്ങനെ ഞാൻ അരിയെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. അതെ, ഈ പരുവത്തിലാണ് അരച്ചെടുത്തേക്കുന്നത്. നമ്മുടെ ദോശമാവിന് അപ്പത്തിനുമൊക്കെ കലക്കുന്ന കൂട്ട് ആണ് അരച്ചെടുത്തേക്കുന്നത്. ഇനി ഇത് പൊന്തി വരുമ്പം കുറച്ചും കൂടെ കുറുകും. അതുകൊണ്ട് ഈ പരുവത്തിന് അരച്ചെടുക്കണം. ഇത് ഒരു 3-4 മണിക്കൂറെങ്കിലും ഇരിക്കണം അരച്ചതിന് ശേഷം. എന്നിട്ടേ നമ്മുടെ വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ പരുവത്തിന് അരച്ചെടുക്കണം. അപ്പം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. വെള്ളം നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. മാവെല്ലാം കോരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. കിണ്ണത്തപ്പം പകുതി വേവായി കഴിയുമ്പോൾ അതിൻ്റെ പുറത്തോട്ട് ഇച്ചിരി മുന്തിരിങ്ങയോ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തുവാന്ന് വെച്ചാൽ ഇടാം. ഞാനിപ്പം കറുത്ത മുന്തിരിങ്ങയാണ് ഇടുന്നത്. ഏത്തയ്ക്ക കണ്ടിച്ച് വെക്കാം, അണ്ടിപ്പരിപ്പ് വെക്കാം, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വെക്കാം. പക്ഷേ ഞാനിപ്പോൾ കറുത്ത മുന്തിരിങ്ങയാണ് വെക്കുന്നത്. ഏത്തയ്ക്ക മുറിച്ച് വെച്ചാലും നല്ല സ്വാദാണ് കേട്ടോ. ഏത്തയ്ക്കൊക്കെ മുറിച്ച് ഇതിൻ്റെ പുറത്ത്, ഇപ്പോൾ ഇവിടെ ഏത്തയ്ക്ക ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കറുത്ത മുന്തിരിങ്ങ വെക്കുന്നത്. ഇനി ഒന്നും കൂടെ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ കിണ്ണത്തപ്പം എല്ലാം ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ തൊട്ട് നോക്കുമ്പം കയ്യെ പറ്റിയില്ലെങ്കിൽ അത് വെന്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിനി ഇത് എടുക്കാം. കണ്ടോ, നല്ല സ്പോഞ്ച് പോലത്തെ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അങ്ങനെ വട്ടയപ്പം എല്ലാം ഇളക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, എന്താ നല്ല സ്പോഞ്ച് പോലത്തെ വട്ടയപ്പം ഉണ്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ എത്താൻ നോക്കാം. ബൈ.